ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്തായിരുന്നു. വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ മരുന്ന് മേടിക്കാനൊക്കെ ആയിട്ട് പോയതാണ്. ഞാൻ കുറേ കാലമായിട്ട് ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, അങ്ങനെ ഡിസ്ക് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ഇവിടുന്ന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് അവിടെ ഒരു ഹോസ്പിറ്റലിൽ നല്ല ചികിത്സ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണേ. അപ്പോൾ അത് കാര്യം നടന്നു. മരുന്ന് മേടിച്ചു. SP ഫോർട്ട് ഹോസ്പിറ്റലാണ് പോയത്. അപ്പോൾ എനിക്ക് ഒരു അവരുടെ സംഭാഷണത്തിൽ തന്നെ എനിക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായി. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 3 months റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം 1.5 മാസത്തോളം ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചെയ്യണം. അപ്പം അത് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒന്ന് ചെയ്തിരുന്നു. ബാക്കി ഇവിടെ സ്റ്റാർട്ടിങ് ചെയ്യണം. അങ്ങനെ ഏതായാലും തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ വെറും കൈയോടെ പോയിട്ട് തിരിച്ചു വരുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്ത് അമ്മ വീട്ടിൽ പോയി കുറേ സാധനങ്ങൾ അമ്മ മേടിച്ച് തന്നോട്ടു. വല്ലപ്പോഴൊക്കെയാണ് പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നോട്ടു. അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിങ്ങനെയാണോ അമ്മ വീട്ടിലൊക്കെ പോയാലും കൂടി കമൻറ്റ് ചെയ്യുക. എല്ലാവരും എനിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നോട്ടു കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പം വീട്ടിലേക്ക് പോകാം. അവിടെ നിന്ന് കുറേ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈറ്റിംഗ് സ്പെഷ്യലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം. അപ്പോൾ ഇത് തിരുവനന്തപുരം സ്പെഷ്യൽ ബോളി ഇഷ്ടമില്ലാത്തവരാരുമില്ല. അപ്പം ഞാനിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഇത് ഒന്ന് മേടിച്ചോണ്ട് വരണം ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് ചേട്ടത്തി മേടിച്ച് തന്നിരുന്നു. ഞാനത് അവിടെ നിന്ന് കഴിച്ചു. അടുത്തത് ഒരു പാക്കറ്റിന് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം സ്പെഷ്യൽ മിച്ചർ, അത് വളരെ ഫേമസ് ആണ് കേട്ടോ. ഇവിടുത്തെ ഈ പാലായിൽ നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്ന മിച്ചർ ഒരു അത്ര ഭയങ്കര കട്ടിയായിട്ടും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ഇത് തിരുവനന്തപുരം സ്പെഷ്യൽ മിച്ചറാണ്. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഇതാർക്കൊക്കെ ഇഷ്ടമുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതിന് ദോശപ്പൊടി. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ അത് നീ കൊണ്ടുപോക്കോന്ന് പറഞ്ഞ് തന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് അവിടെ നിന്ന് കൊണ്ടുവന്നു. മാർത്തങ്ക എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നാരങ്ങ പോലെ തന്നെ വേറൊരു ടേസ്റ്റാണ്, സ്പെഷ്യൽ ടേസ്റ്റാണ്. തമിഴ്നാട് സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ ഇത് ഉണക്കി മുളക് ഉപ്പൊക്കെ ഇട്ട് വെയിലത്ത് ഉണക്കി എടുക്കുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റാണിത്. അങ്ങനെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് കപ്പപ്പഴം, അല്ലെങ്കിൽ മലമ്പൂവൻ എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ അധികം കിട്ടാറില്ല, വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാനിത് കൊണ്ടുവരാറുണ്ട്. അപ്പം ഇതൊരു ഐറ്റമാണ്. ചക്കയും മാങ്ങയൊക്കെ അധികം ഉള്ള നാട്ടിലാണ് ഞാൻ, പാലായില്ലല്ലേ. എന്നാലും പക്ഷെ അമ്മ അവിടെ പോയപ്പോൾ കുറച്ച് ചക്കവറ്റിലൊക്കെ മേടിച്ച് തന്നു വിട്ടു. അത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു മേടിച്ചു തന്നു. അപ്പോൾ ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് വറക്കാനൊന്നും പറ്റില്ല, കൈക്കും പെയിൻ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അത് മേടിച്ചു തന്നു. പിന്നെ വണ്ടിയിൽ ഇത് കഴിക്കാനായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് സൂപ്പർ ഒരു പാത്രമല്ലേ. ഇതെൻ്റെ ആങ്ങളയുടെ മോൻ, അവൻ എനിക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ ഇതുപോലെ 2 പാത്രം ഉണ്ടായിരുന്നു. ഒരെണ്ണം അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ ഒരെണ്ണം ഇത് അത്ത എടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ക്യൂട്ടായിട്ടുള്ളൊരു ജ്വൽ ബോക്സ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്ന് ഞാനിങ്ങനെ ഓർത്തു. പിന്നെ ഉള്ളത് തിരുവനന്തപുരം സ്പെഷ്യലായിട്ടുള്ള മുളക്. അത് ഞാനും അമ്മയും കൂടി പോയി മേടിച്ചാണ്. പക്ഷേ തൊണ്ടൻമുളക്, ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. തൊണ്ടൻമുളക് എന്ത് ചെയ്യാൻ, ഒരു സാമ്പാറിനിടാനൊക്കെ നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ് ചെല്ല കേട്ടോ. എന്നാലും പക്ഷെ അമ്മ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരല്ലേ. അപ്പം അമ്മ മേടിച്ചൊന്ന് കടുക് ചേർക്കാനൊക്കെ ആയിട്ട്. ഇതിവിടെ അധികം കിട്ടാറില്ല. അപ്പം എന്നാലും തൊണ്ടുള്ള ഉഴുന്നില്ലേ, അപ്പം അത് നമ്മളെ ഉപ്പുമാവ് സേമിയ എന്ന് പറയും. അതിവിടെ അധികം ഞാൻ കാണാത്തത് കൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെ ഉപ്പുമാവ് സേമിയ കൊണ്ടുവന്നിട്ടുണ്ട്. റൂവും പാൽപ്പൊടിയൊക്കെയാണ്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈവനിങ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ രാത്രി ഇത്തിരി ലേറ്റായി ഇവിടെ എത്തുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കാപ്പി കുടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കുറേ ചെറിയ പാക്കറ്റ്, ഒരു 3-4 പാക്കറ്റ് പാൽപ്പൊടിയും 10ൻ്റെ 3-4 പാക്കറ്റ് പാൽപ്പൊടി, കാരണം പാല് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അതൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്രൂ ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏലക്ക, അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞ് സ്പെഷ്യലായിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഉണ്ട്, ഇത് അച്ഛൻ ഫ്രെയിം ചെയ്ത് തന്നതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇവിടെ അമ്പലം മുരുകൻ്റെ ആയതുകൊണ്ട് എന്നാൽ നീ വീട്ടിൽ ഇത് വെച്ചോന്ന് പറഞ്ഞിട്ട് അച്ഛനത് എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. പിന്നെ ഇതിലെല്ലാം സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ട്. ഇതുണ്ടോ, ഇതൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ്. സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതെനിക്ക്, ഞാൻ മെഡിസിൻ മേടിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് ഒരു ബോക്സ് നിറയെ മെഡിസിൻസ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പം നിങ്ങൾ ഇങ്ങനെയാണോ അമ്മ വീട്ടിൽ പോയതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ടോ? പിന്നെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഇനി കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ അമ്മ തന്നിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ കാരി ബാഗായിട്ട് പോയെങ്കിൽ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യൂ.